ഫ്രണ്ട്സ്, അടുക്കളപ്രിയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നാം തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ് പൈനാപ്പിൾ പച്ചടി. നമ്മൾ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് പൈനാപ്പിൾ പച്ചടി. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലെങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. നമ്മൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. അപ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഉരുളിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്ന കുക്കറിൽ പോലും നമുക്ക് തയ്യാറാക്കാം. എന്നാലും കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് നമ്മൾ മൺചട്ടിയിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 1.5 കപ്പോളം പൈനാപ്പിൾ. അത് ഞാൻ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് നുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കാരണം അത് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഈ പൈനാപ്പിൾ ഞാനിവിടെ ചെറുതായിട്ട്, നല്ല പഴുത്ത പൈനാപ്പിളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ ഇനി മധുരം പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് പഞ്ചസാര അതുപോലെ ശർക്കരയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അത് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പൈനാപ്പിൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ നമുക്ക് ഇതന്നെ മതിയാവും. അപ്പം ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1.5-2 കപ്പിൻ്റെ അടുത്ത് പൈനാപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ടേസ്റ്റ് നോക്കിയിട്ട് പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഇവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. ഒരു യെല്ലോയിഷ്, ഒരു ലൈറ്റ് യെല്ലോ കളറിലാണ് നമുക്ക് ഈ പച്ചടി കിട്ടേണ്ടത്. അതുപോലെ തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒന്നും കൂടി പോകരുത്. മുളക് പൊടി കൂടിക്കഴിഞ്ഞാൽ നമ്മളെ പച്ചടിയുടെ കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഈ പൈനാപ്പിൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ടല്ല നമ്മൾ ഈ പച്ചടി തയ്യാറാക്കേണ്ടത്. ഒരു മീഡിയം തിക്നെസ് ഉള്ള ഗ്രേവി ആയിട്ടാണ് നമ്മൾ പച്ചടി, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, സദ്യകളിലൊക്കെ വിളമ്പുമ്പോൾ നമുക്കത് ഒലിച്ചു പോകരുത്. ഇലയിൽ നിന്ന് ഒലിച്ചു പോവാത്ത രീതിയിൽ വേണം ഈ പച്ചടിയുടെ, അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം ഞാനൊരു ഗ്ലാസ്സിന് ഏകദേശം ഒരു 3/4 ഗ്ലാസ് തോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പം ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മളെ പച്ചടി നമുക്ക് അടുപ്പിലേക്ക് വെക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ പച്ചടി അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കേണ്ടി വരും. എന്നാലേ ഇത് നന്നായിട്ടൊന്ന് വെന്ത ഉടഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോഴേ നമ്മളെ പച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കാം. ഇനി കുക്കറിൽ വേവിച്ച് പെട്ടെന്ന് എടുക്കേണ്ട ആൾക്കാർക്ക് കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. പൈനാപ്പിളൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു ചെറിയ തേങ്ങയൊക്കെ ആണെങ്കിൽ ഒരു അരമുറി തേങ്ങ, അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ അരമുറി തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കടുകും അതുപോലെ തന്നെ ജീരകവുമാണ്. അത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടുതലൊക്കെ വേണമെന്നുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അരാന്നുള്ളത് ഒരു 3/4 ടീസ്പൂണൊക്കെ ആക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മതിയാവും. ഇനി നമുക്കിതിലേക്ക്
ചേർത്ത് കൊടുക്കാനുള്ളത് പച്ചമുളകാണ്. അപ്പോൾ നമ്മൾ എരിവ് കുറച്ചേ ഇട്ടുള്ളൂ. നമ്മൾ മുളക് പൊടി വളരെ കുറച്ചാണ്, 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് അത്യാവശ്യം ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത് പച്ചമുളകിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഒന്നെങ്കിൽ പച്ചമുളക് നമുക്ക് പൈനാപ്പിളിൻ്റെ കൂടെ നടു ഒന്ന് മുറിച്ചിട്ടിടാം, അല്ലെങ്കിൽ നമുക്ക് ഈ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും നമുക്ക് ഇതിലേക്കൊന്ന് മുറിച്ചിടാം. അപ്പം ഞാനിതിലേക്ക് 3 പച്ചമുളകും കൂടി മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 വലിയ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തന്നെ തരി പാടില്ല, നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് നമ്മളെ അരപ്പ് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. ഞാനിവിടെ 1 ഗ്ലാസ് തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് ആഡ് ചെയ്യുന്നത് പുളിക്ക് അനുസരിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. ഈ 1 ഗ്ലാസ് തൈര് എടുത്തു എന്ന് കരുതി നമ്മളിത് മുഴുവൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ഈ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞിട്ട് വേണം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ പിരിമാരി നമ്മളെ പച്ചടിയിൽ കാണാൻ കഴിയും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഒന്നൊന്ന് കറക്കി കൊടുക്കാം. ഓവറായിട്ട് കറക്കി കഴിഞ്ഞാൽ തൈര് വെള്ളമായി പോവും. അപ്പോൾ നമ്മൾ പച്ചടിയുടെ കൺസിസ്റ്റൻസി മാറിപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ കട്ടയെല്ലാം നന്നായിട്ട് ഉടച്ച് യോജിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഞാൻ കുറച്ച് ശർക്കര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മധുരം കൂടുതലുള്ളതാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു പകുതിയാണ് ഈ ശർക്കര ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാനിവിടെ ഇത്രയും പോകുന്ന ഒരു കഷ്ണ ശർക്കരയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പൈനാപ്പിൾ ഏകദേശം കുക്കായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിന് നന്നായിട്ട് തന്നെ അരിഞ്ഞ് പോയിക്കോളും. അപ്പോൾ അത് ഫ്രണ്ട്സ്, നമ്മളെ പൈനാപ്പിൾ പച്ചടിയിലെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, അതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രം നമ്മൾ അരപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 1/2 കഷ്ണം ശർക്കര ഞാനിവിടെ ഒരു ആണി ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നി മധുരം കുറച്ച് കുറവാണെന്ന് തോന്നി. അപ്പം മധുരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഒരു ആണി ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ പൈനാപ്പിൾ വേകുമ്പോൾ തന്നെ ശർക്കര ഇടാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മൾ ആ പൈനാപ്പിളിൻ്റെ പീസിലേക്കൊക്കെ ഈ മധുരം നന്നായിട്ട് യോജിച്ച് വരികയുള്ളൂ. അപ്പോൾ അവസാനം ഇടുന്നതിന് പകരം നിങ്ങൾ പൈനാപ്പിൾ വേകുമ്പോൾ തന്നെ അതിലേക്ക് ശർക്കര ഇടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അരപ്പിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പൈനാപ്പിളിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇത്രയും വെള്ളം ഇതിൽ ആവശ്യമായിട്ട് വരും. കാരണം നമ്മൾ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇല്ലേ വല്ലാണ്ട് തിക്കായിട്ട് വരും. അപ്പോൾ ഞാൻ ഈ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ അതാ നമ്മളെ പച്ചടിയിലേക്ക് ഞാൻ തൈരൊന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് പകർന്നു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളെ പച്ചടി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തൈര് ഒഴിച്ചു കൊടുത്തതാണ്. തൈര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിൽ നിന്ന് ഇനിയും നന്നായിട്ട് തന്നെ വറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റ് രൂപത്തിൽ കിട്ടും. ഇപ്പോൾ ഇത്രയും വെള്ളമുള്ളത് നന്നായിട്ട് കറക്റ്റ് പരുവായിട്ട് കിട്ടും തണുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് ഉള്ള വറവ് നമുക്കൊന്ന് തയ്യാറാക്കാം. ഞാനൊരു ചെറിയ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് വറവിന് ആവശ്യമായിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കടുകൊന്ന് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് കടുകെല്ലാം പൊട്ടണം. ഇതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
2 വറ്റൽമുളക് ഇതിലേക്ക് ഒന്ന് നടുമുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ വറവ് നമ്മളെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും കളറൊക്കെ നല്ല കറക്റ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ മുളക് പൊടി ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ പച്ചടിയുടെ കളറേ മാറിപ്പോവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.